നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആരോടൊക്കെ ഏറ്റുമുട്ടുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ മത്സരത്തിലെയും വിജയ സാധ്യതകൾ എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇത് സ്കോർ 90 പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രോബബിലിറ്റിയാണ് ബേസ്ഡ് ഓൺ ബുക്ക് മേക്കേഴ്സ് ഓഡ്സ്. അപ്പം ഈ ബെറ്റിംഗ് മാർക്കറ്റിലൊക്കെ ബുക്ക് മേക്കേഴ്സ് ചെയ്യുന്ന ഓഡ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോബിലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. സാധ്യതകൾ ആര് വിജയിക്കാനാണ് കൂടുതൽ സാധ്യത, ഓരോ കളിയും നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം നിരന്തരം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സീസണിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഏതായാലും ഇത്തവണ ആർക്കായിരിക്കും വിജയമെന്ന ചോദ്യമുണ്ട്. പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്ന 66% വിജയസാധ്യത മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് എന്നാണ്. പെപ് ഗാർഡിയോളയുടെ സിറ്റി വിജയിക്കാനാണ് കൂടുതൽ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. റയലിൻ്റെ വിജയസാധ്യത 34. അതേസമയം പാരീസ് സെന്റ് ജർമ്മനും ചെൽസിയും തമ്മിലുള്ള പോരാട്ടം, കഴിഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൻ്റെ ഒരു റീമാച്ച്. PSG പക വീട്ടുമോ അതല്ല ചെൽസി വീണ്ടും ജയിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത് 64% PSG-ക്കാണ്. PSG വിജയിക്കാനാണ് കൂടുതൽ സാധ്യത. അതേസമയം ചെൽസിക്ക് വിജയസാധ്യത 36% കണക്കാക്കിയിരിക്കുന്നത്. FC ബാഴ്സലോണ വേഴ്സസ് ന്യൂ കാസിൽ യുണൈറ്റഡ് പോരാട്ടമാണ് അടുത്തത്. തീർച്ചയായിട്ടും നിലവിൽ മികച്ച ഫോമിൽ പോകുന്ന ബാഴ്സയ്ക്ക് തന്നെയാണ് കൂടുതൽ വിന്നിംഗ് പ്രോബിലിറ്റി. 70% ബാഴ്സയ്ക്ക് വിജയസാധ്യത കണക്കാക്കുമ്പോൾ 30% ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ വിജയസാധ്യത. അടുത്ത മത്സരം ടോട്ടനാം ഹോട്ട്സ്പർ വേഴ്സസ് അത്ലറ്റിക്കോ ഡി മാഡ്രിഡ് ആണ്. സോ ടോട്ടനാം ഒക്കെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ UCL മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുമുണ്ട്. ഏതായാലും വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനാണ് കൂടുതൽ. 69% അത്ലറ്റിക്കോ വിജയിക്കുമെന്ന് പറയുമ്പോൾ 31% ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ വിജയസാധ്യത കണക്കാക്കിയിരിക്കുന്നത്. ബയേൺ മ്യൂണിക്ക് വേഴ്സസ് ആറ്റലാൻറ്റ യുണൈറ്റഡ് പോരാട്ടം. ബയേൺ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റലാൻറ്റ പ്ലേ ഓഫൊക്കെ കളിച്ച് കയറി വന്ന ടീമാണ്. വല്ല വിധേനയും അവർ ഒരു ഇറ്റാലിയൻ റെപ്രസെൻറ്റേറ്റീവ് എന്ന രൂപത്തിൽ പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ആധിപത്യം ബയേണിന് തന്നെയാണ്. ഈ പ്രോബിലിറ്റിയിൽ 85% ബയേണിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കിയിരിക്കുന്നത്. 85% ബയേൺ വിജയിക്കുമെന്ന് പറയുമ്പോൾ 15% ആറ്റലാൻറ്റയുടെ വിജയശതമാനം കണക്കാക്കുന്നത്. ആഴ്സണൽ വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടം. തീർച്ചയായിട്ടും ഇപ്പോൾ മിന്നും ഫോമിലുള്ള ആഴ്സണലിന് തന്നെയാണ് കൂടുതൽ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 83% ആഴ്സണലിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി. 17% മാത്രമാണ് ബയേണിന് സാധ്യത കൽപ്പിക്കുന്നുള്ളൂ. ലിവർപൂൾ വേഴ്സസ് ഗലറ്റസരായി യുവൻറ്റസിനെ മറികടന്നുകൊണ്ട് കടന്നു വന്ന ടീമാണ്. പക്ഷേ ലിവർപൂളിന് തന്നെയാണ് കൂടുതൽ സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. 81% ലിവർപൂളിൻ്റെ വിന്നിംഗ് പ്രോബിലിറ്റി കണക്കാക്കുന്നത്. 19% മാത്രമാണ് ഗലറ്റസരായിയുടെ വിന്നിംഗ് പ്രോബിലിറ്റി. അടുത്ത സ്പോർട്ടിംഗ് CP വേഴ്സസ് ബോറോ ഗ്ലിംറ്റ്. ബോറോ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി മുന്നോട്ട് കയറി വന്ന ടീമാണ്. സോ ഇവിടെ പക്ഷേ കൂടുതൽ വിജയസാധ്യത സ്പോർട്ടിങ്ങിന് തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. 64% അവരുടെ വിന്നിംഗ് പ്രോബിലിറ്റി എങ്കിൽ 36% ബോഡോയുടെ വിന്നിംഗ് പ്രോബിലിറ്റി. ഏതായാലും കാത്തിരിക്കാം എന്ത് സംഭവിക്കും എന്നറിയാൻ വേണ്ടി. മാർച്ച് 10 UCL പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരങ്ങൾക്ക് തുടക്കമാവുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.